ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ലഞ്ച് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യണേ. ഇപ്പോൾ വീട്ടിൽ ചേച്ചിയും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് മത്തങ്ങയും പയറും എരിശ്ശേരി വെക്കാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ വഴറ്റാനായിട്ട് ആകെ കൈപ്പക്കായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനാണ് അത് വെച്ചത്. ഇവിടെ എല്ലാവർക്കും ഈ കൈപ്പക്കായ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പച്ചക്കറി എന്ത് മേടിച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വാങ്ങി വയ്ക്കാറുണ്ട്. ഇന്നലെ വെച്ച ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് ചൂടാക്കി. ഇത് നമുക്കല്ല, അത് കുഞ്ഞുനാണ്. ഇത് ബാക്കി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കും. കൈപ്പക്കായ വേവിക്കാൻ വെക്കണേക്കാൾ മുന്നേ ഞാൻ വേപ്പില നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മുറ്റത്ത് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട്. പിന്നെ ഇതുപോലെ വലിയൊരു മരമുണ്ട്. വലിയ മരത്തിൽ നമുക്ക് എത്താത്തതുകൊണ്ട് ഞാൻ താഴെയുള്ള ഈ ചെറിയ ചെറിയ തൈയിൽ നിന്നാണ് പൊട്ടിക്കാറ്. പക്ഷേ അങ്ങനെ പൊട്ടിച്ചുകൂടാ പറയും, കാരണം പെട്ടെന്ന് വലുതാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് കറി വയ്ക്കാനായിട്ട് നോക്കി. ചേച്ചി അവിടെ മത്തങ്ങയും പയറും എരിശ്ശേരി വയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കറി എപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് വയ്ക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ. ഒഴിച്ചേർക്കായിട്ട് വേറെ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അധികം എരിവിട്ടുകൊണ്ട് ആരും അങ്ങോട്ട് അങ്ങനെ കഴിച്ചില്ല. അപ്പം ഞാൻ അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇന്ന് കാലത്ത് അമ്മ വന്നിട്ട് അതെടുത്ത് കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അതിൽ ചേർത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് ചേച്ചി വേറൊരു കറിയും കൂടി ഉണ്ടാക്കി. അവളെന്തോ തക്കാളിയും പിന്നെ തൈരൊക്കെ ചേർത്തൊരു മോരുകറി പോലെ ഉണ്ടാക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു ഇത് എന്ത് കറിയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് തക്കാളി പുളിശ്ശേരി എന്നാണ്. പേര് അവൾ തന്നെ ഇട്ടതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി കഴിഞ്ഞു. പിന്നെയുള്ള പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഞാനും ചേച്ചി മാറി മാറി അങ്ങോട്ട് കഴുകി. ഞാനാണെങ്കിൽ ഇഷ്ടമില്ലാണ്ട് ചെയ്യുന്ന കുറച്ച് പണികളുണ്ട്. അതിലൊന്നാണ് ഈ പാത്രം കഴുകുക, അതുപോലെ തന്നെ അലക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ ഇഷ്ടത്തോട് ചെയ്യുന്നതല്ല. ഞാൻ ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ക്രാഫ്റ്റിങ്, പിന്നെ ഈ കുക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കണേക്കാൾ മുന്നേ ചേട്ടൻ ഒരു ലൈമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കണേൻ്റെ ആ ഒരു ഇതിൽ അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സുഖിയൻ ഉണ്ടാക്കി. അത് ഉച്ചത്തേക്കല്ല, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്.